വയനാട്ടിൽ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ കസ്റ്റഡിയിൽ. പെരുമ്പാവൂർ ചുണ്ടക്കുഴി സ്വദേശി പൊക്കാമറ്റം വീട്ടിൽ ജയേഷിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16-കാരനാണ് പീഡനത്തിനിരയായത്. വിദ്യാർത്ഥികളെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് സംഭവം പുറത്തുവന്നത്. അധ്യാപകൻ താമസിച്ചിരുന്ന മുറിയിലെത്തിച്ചായിരുന്നു പീഡനം. അനീസ്, എന്താണ് ഉണ്ടായത്? സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വിദ്യാലയത്തിലാണ് ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിനൊരു വിദ്യാർത്ഥിയെ അധ്യാപകൻ ഇരയാക്കിയത്. ഇദ്ദേഹം പെരുമ്പാവൂർ ചുണ്ടക്കുഴി സ്വദേശിയാണ്. പൊക്കാമുറ്റം വീട്ടിൽ ജയേഷ് എന്നാണ്, 39 വയസ്സ്. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികളെ പോലീസ് കൗൺസിലിംഗിന് വിധേയമാക്കിയിരുന്നു. നേരത്തെ കൗൺസിലിംഗിന് വിധേയമാക്കിയിരുന്നു. ആ സന്ദർഭത്തിലാണ് കുട്ടികൾ ഈ വിധം പീഡനത്തെ കുറിച്ച് പരാതി പറഞ്ഞത്. ഇതേ തുടർന്ന് പോലീസിനെ അറിയിക്കുകയും ഈ അധ്യാപകനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയായിരുന്നു. നേരത്തെ ചില വിദ്യാർത്ഥികൾക്ക് ഇദ്ദേഹം ഇങ്ങനെ ചില വിദ്യാർത്ഥികളുമായി അടുത്തിടപഴകുന്നതും മറ്റു സംശയകരമായ സാഹചര്യത്തിൽ ഇയാളെ കാണുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അധ്യാപകന് പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഈ സംഭവം പുറത്തറിഞ്ഞത് എന്നതുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളെ ഇനി കൗൺസിലിംഗിന് വിധേയമാക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇയാളെ കുറിച്ച് മറ്റൊരു ആരോപണം കൂടി ഉണ്ട്. ഇയാൾ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകിയിരുന്നു എന്നത് സംബന്ധിച്ച വിവരവും സ്ഥിരീകരിക്കാത്തതായി പുറത്തു വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ നൂൽപ്പുഴ ഭാഗത്തുള്ള ഒരു വിദ്യാലയത്തിലെ അധ്യാപകനാണ്. ഇദ്ദേഹം സ്വന്തം വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് നടപടിക്ക് പുറമെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കർശനമായ നടപടി കൂടി ഇയാൾക്കെതിരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അനീസ് അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.